ചെറിയൊരു എക്സാമ്പിൾ നമ്മുടെ ബൈജൂസ് ആണ്. 2011 ബൈജൂസ് തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഇനീഷ്യൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് വെറും 25 കോടി രൂപയായിരുന്നു. അത് ക്രമേണ കൂടി 2022 അതിന്റെ പീക്കിലെത്തിയ സമയത്ത് 1,65,000 കോടി രൂപയായിരുന്നു അതിന്റെ മാർക്കറ്റ് വാല്യുവേഷൻ. അപ്പം ആ ഒരു സമയത്ത് 2011 ഒരു 10 ലക്ഷം രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ 2022 1,65,000 കോടി എന്ന പീക്ക് വാല്യുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ആ 10 ലക്ഷത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 660 കോടി രൂപയായിരുന്നു. അത് ഇപ്പോൾ സീറോ ആയില്ലേ എന്നൊരു ചോദ്യം വരാം ബൈജൂസിന്റെ കാര്യത്തിൽ. നമ്മളിപ്പോൾ പബ്ലിക് ആയിട്ട് ഒരു ഷെയർ എടുക്കുകയാണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു കണക്ക് വേണം. ഞാൻ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അത് ഇത്ര രൂപയായാൽ ഞാൻ എക്സിറ്റ് അടിച്ചു പോകണം എന്നുള്ള കൃത്യമായ ഒരു മാർഗരേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എപ്പോഴാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് നിന്ന് റിട്ടേൺ കിട്ടിയെന്ന് തോന്നുന്നത് ആ ഓപ്ഷൻസിൽ ആ ഒരു അവസരത്തിൽ എന്താണോ എക്സിറ്റ് ഓപ്ഷൻ ഉള്ളത് ആ എക്സിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ റിട്ടേൺ എടുക്കാൻ ശ്രദ്ധിച്ചിരിക്കണം. ഇനിയിപ്പം ബൈജൂസിന്റെ കേസ് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ അൾട്രാ വയലറ്റ് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. ഒരുപാട് കമ്പനീസ്, നിങ്ങൾക്ക് എണ്ണിയാ തീരാത്തത്രയും കമ്പനീസിലുള്ള ഇൻവെസ്റ്റ്മെന്റും അതിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ നിങ്ങൾ വെറുതെ ഒന്ന് നെറ്റിൽ എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ പോലെ ഇത് തലമുറകളുടെ വെൽത്താണ് കൊണ്ടുതരുന്നത്, ജസ്റ്റ് പ്രോഫിറ്റ് മാത്രമല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും.